കൊട്ടാരക്കര പുത്തൂരിലെ പോക്സോ കേസ് പ്രതി മുരാരി തന്ത്രിയുമായി തെളിവെടുപ്പ് നടത്തി അന്വേഷണ സംഘം. പെൺകുട്ടിയെ എത്തിച്ച മുറിയിൽ ഉൾപ്പെടെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. ബാധ ഒഴിപ്പിക്കൽ ശ്രമിക്കുന്നതിനിടയിൽ പെൺകുട്ടി തലയിടിച്ച് വീണെന്നാണ് രാജൻ ബാബു തെളിവെടുപ്പിനിടെ പോലീസിനോട് പറഞ്ഞത്. അതേസമയം രാജൻ ബാബു താന്ത്രിക വിദ്യ പഠിച്ചിട്ടില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, ഈ തെളിവെടുപ്പിനിടയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇയാൾ പോലീസിനോട് പറയുന്നത്? ഗൗതം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പുത്തൂരിലെ ഒരു ജ്യോതിശാലയത്തിൽ ഒരു കുട്ടി അമ്മയുമായി എത്തുന്നു. അമ്മയും കുട്ടിയും ഇരിക്കുമ്പോൾ ഈ മുരാരി തന്ത്രി എന്ന് പറയുന്ന രാജൻ ബാബു ഈ കുട്ടിയോട് മാത്രം ഉള്ളിലേക്ക് വരാൻ പറയുന്നു. അതായത് ബാധ ഒഴിപ്പിക്കാനെന്ന നിലയിലാണ് ഈ കുട്ടിയെ ഉള്ളിലേക്ക് വിളിച്ചത്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പേടിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി വരികയായിരുന്നു, കരഞ്ഞുകൊണ്ട്. അമ്മയോട് കാര്യം പറഞ്ഞു. തുടർന്നാണ് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും ഒക്കെ ചേർന്ന് ഇയാളെ പിടികൂടാനായി ശ്രമിച്ചത്. ഈ മുരാരി തന്ത്രി എന്ന് പറയുന്ന രാജൻ ബാബു മുറിക്കുള്ളിൽ നിന്നും പിന്നാലെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് മറ്റൊരു ലോഡ്ജിൽ നിന്നാണ്, ഭരണിക്കാവിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നത്. എന്തായാലും ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് തുടരുന്നതിനിടെയാണ് തെളിവെടുപ്പ് നടന്നത്. ഈ സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ഈ ചുമരിൽ അടക്കം കുട്ടിയുടെ ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു. അതായത് മുരാരി തന്ത്രി തെളിവെടുപ്പിനിടെ പറഞ്ഞിട്ടുള്ളത് കുട്ടി ബാധ ഒഴിപ്പിക്കുന്നതിനിടെ തലയിടിച്ച് വീണു എന്നാണ്. പക്ഷേ കുട്ടി പറയുന്നതും അതോടൊപ്പം തന്നെ കുട്ടിയുടെ അമ്മയടക്കം ഇയാൾക്കെതിരെ പരാതി നൽകിയത് ഇത്തരത്തിൽ ലൈംഗികമായി ഈ കുട്ടിയെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപദ്രവം ഈ കുട്ടിക്ക് നേരെ ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ജ്യോതിഷം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ അടക്കം ഒരു പ്രാഥമിക നിഗമനം. നേരത്തെ തന്നെ പല കച്ചവടങ്ങളും അതോടൊപ്പം തന്നെ ഓട്ടോ ഡ്രൈവറുമായൊക്കെ പ്രവർത്തിച്ചിരുന്ന ഈ രാജൻ ബാബു പിന്നീട് ഈ ഒരു തന്ത്രിയായി അവതരിക്കുകയായിരുന്നു. അവിടെ തന്നെ ഒരു ജ്യോതിശാലയമൊക്കെ തുടങ്ങി അവിടെയുള്ള നാട്ടുകാരെയും അതോടൊപ്പം തന്നെ പുറത്തു നിന്നുള്ളവരെയൊക്കെ ക്യാൻവാസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. എന്തായാലും ഇയാൾക്കെതിരെ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് തെളിവുകൾ കൂടെ ശേഖരിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് BJP ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് പ്രതിഷേധ സമരങ്ങളടക്കം സംഘടിപ്പിച്ചിരുന്നു. ഇയാളെ അറസ്റ്റ് ചെയ്ത് മറ്റ് നടപടികൾ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്തായാലും ശക്തമായ ഒരു എതിർപ്പാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇയാൾക്കെതിരെ ഉണ്ടാകുന്നത്. രാജൻ ബാബു പെട്ടെന്നൊരു ദിവസം മുരാരി തന്ത്രിയായി അവതരിക്കുന്നു, പിന്നീട് ഇത്തരത്തിൽ കച്ചവടം നടത്തുന്നു, അതോടൊപ്പം തന്നെ കുട്ടികളെ ഉപദ്രവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇയാൾ തട്ടിപ്പ് നടത്തുകയാണ് എന്നുള്ള കാര്യമാണ് നാട്ടുകാരടക്കം നമ്മളോട് വ്യക്തമാക്കിയത്.